Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ആൾജിബ്രയാണ്. നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റിന്റെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ കോഴ്സിന്റെ കോഡ് വരുന്നത് MAT5CJ302 ആണ്. അതേപോലെ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് അബ്സ്ട്രാക്ട് ആൾജിബ്ര 1 എന്നാണ്. ഇതൊരു മേജർ കോഴ്സ് ആണ്. 5th സെമസ്റ്ററിലെ കോഴ്സ് ആണിത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക്, യൂണിവേഴ്സിറ്റി പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. എ ഫസ്റ്റ് കോഴ്സ് ഇൻ അബ്സ്ട്രാക്ട് ആൾജിബ്ര, പ്രാലെ, ജോൺ ബി, ഈ രണ്ടുപേരുടെ അബ്സ്ട്രാക്ട് ആൾജിബ്രയിലെ ടെക്സ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതേപോലെ ഇത് 7th എഡിഷൻ ആണ്. പേഴ്സൺ എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ 2003 പബ്ലിഷ് ചെയ്ത 7th എഡിഷൻ ബുക്കാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ ടോപ്പിക്സ് ഇത്രയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് മനസ്സിലാക്കാം. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്. തേർഡ് മൊഡ്യൂളിൽ ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. 4ാമത്തെ മൊഡ്യൂൾ വരുന്നത് ഇതാണ്. ഇനി ലാസ്റ്റ് ഒരു ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ഉണ്ട്. ഇതിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളിത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഇനി നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആ റെഫറൻസ് ചെയ്യാനുള്ള ബുക്കുകളുടെ ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്നുള്ള ഏത് ബുക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സബ്ജക്റ്റിന്റെ കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കാം. കംപ്ലീറ്റ് ക്ലാസ്, അതേപോലെ നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഇങ്ങനെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് മാത്ത് റൂട്ട് ആപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കാം. മാത്ത് റൂട്ട് ആപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഇതിൽ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസും എക്സാമ്പിൾസും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് S is a function mapping S cross S into S. നമ്മുടെ കയ്യിൽ S എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. എന്ന് പറയുമ്പോൾ നമുക്കറിയാം S ക്രോസ് S ആണ് ആ സെറ്റും ആ സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി S ക്രോസ് S എന്നുള്ള സെറ്റ് എന്ന് S എന്നുള്ള സെറ്റിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ആ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ എന്നാണ്. ഓക്കെ, ഈ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സിമ്പിൾ ആയിട്ട് ബൈനറി ഓപ്പറേഷൻ. നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഉണ്ട്, AB. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് F. ഞാൻ എന്ത് ചെയ്തു, A എന്നുള്ള സെറ്റിൽ നിന്ന് ഒരു പോയിന്റ് X ചൂസ് ചെയ്തു. നോക്കൂ, ഈ എക്സിന്റെ ഇമേജ് F of X എവിടെ ഉണ്ടായിരിക്കുക, നമുക്കറിയാം ബിയിലാണ് F of X ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതേ ഐഡിയ നമ്മൾ ബൈനറി ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കൂ, ഫോർ ഈച്ച് A, B belongs to S cross S. നോക്കൂ, ഈ S cross Sലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ, അത് ഓർഡേർഡ് പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് A എന്നുള്ളത് S എന്നുള്ള സെറ്റ് എന്നായിരിക്കും, B എന്നുള്ളത് അടുത്ത സെറ്റ് S എന്നായിരിക്കും. അപ്പൊ A, B പോലത്തെ ഏത് ഓർഡേർഡ് പേഴ്സ് നമ്മൾ S cross S എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്റ്റാർ എന്നുള്ള ഫംഗ്ഷൻ ഈ എലമെന്റിനെ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യല്ലോ. അപ്പൊ സ്റ്റാർ ഓഫ് എ ബി എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, എസിലായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കറിയാം എക്സ് എയിലാണ്, F of X ബിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എ ബി S cross S ലാണ്, സ്റ്റാർ ഓഫ് A, B എവിടെ ഉണ്ടായിരിക്കും, എസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ we will denote the element star of A, B of S by A star B. So A, B S cross S ലാണെങ്കിൽ നമുക്കറിയാം സ്റ്റാർ ഓഫ് A, B എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അത് എസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ സ്റ്റാർ ഓഫ് A, B എസിൽ ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, സ്റ്റാർ ഓഫ് A, ബിനെ നമ്മൾ മറ്റൊരു രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം എക്സ് എയിലാണെങ്കിൽ F of X ബിയിലായിരിക്കും. ആ F of X നെ നമ്മൾ സാധാരണ Y എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഇതേപോലെ സ്റ്റാർ ഓഫ് A, B നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A star B എന്നാണ്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഏതൊരു ഓർഡേർഡ് പെയർ A, B നമ്മൾ എടുത്തു കഴിഞ്ഞാലും സ്റ്റാർ ഓഫ് A, B എന്തായിരിക്കും, A star B ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവർ യൂഷ്വൽ അഡീഷൻ പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് R. നമ്മൾ S എന്നുള്ള സെറ്റ് ആയിട്ട് ഇവിടെ ആരെ എടുക്കുക, R എന്നുള്ള റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടുത്തെ S ക്രോസ് S എന്തായിരിക്കും, R ക്രോസ് R ആയിരിക്കും. ഓക്കെ, അപ്പൊ S ക്രോസ് S എസിലേക്ക് എന്ന് പറയുമ്പോൾ R ക്രോസ് R എന്ന് Rലേക്ക് ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഏതാണ്, ഇവിടുത്തെ സ്റ്റാർ ആരാണ്, അഡീഷൻ പ്ലസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അഡീഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ.
ഓക്കെ, ആർ ക്രോസ് ആർ എന്ന് ആറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഏത് ഒരു ഓർഡേർഡ് പെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ, എ ബി എന്നുള്ള ഓർഡേർഡ് പേഴ്സ് നമ്മൾ ആർ ക്രോസ് ആർ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ പ്ലസ് ഓഫ് എ കോമ ബി എന്തായിരിക്കും, അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ ഓഫ് എ കോമ ബി എന്നുള്ളത് എ സ്റ്റാർ ബി ആണ്. അപ്പൊ ഇവിടെ പ്ലസ് ഓഫ് എ കോമ ബി എന്നുള്ളത് എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഐഡിയ എന്താണ്, ആർ ക്രോസ് ആർന്ന് ഒരു ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആറിലെ ഒരൊറ്റ എലമെന്റ് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്, ഈ എനെയും ബിനെയും കൂടെ ആഡ് ചെയ്ത്. ഇൻ ദിസ് എക്സാമ്പിൾ we could replace R by any of the sets C, Z, R plus or Z plus. ഇനി നമുക്ക് ഇവിടുത്തെ R എന്നുള്ള സെറ്റിനെ മാറ്റിയിട്ട് ഇതിൽ ഏത് സെറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിയൽ നമ്പേഴ്സിന് പകരം ആരെ റീപ്ലേസ് ചെയ്യാം, കോംപ്ലക്സ് നമ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഇൻഡിജേഴ്സ് സെറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതേപോലെ ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. അതുപോലെ സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ആർ എന്നുള്ള സെറ്റ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല, നമുക്ക് ഇതിൽ ഏത് സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് എം ഓഫ് ആർ ബി ദ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് വിത്ത് റിയൽ എൻട്രീസ്. നമ്മളിവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ് എം ഓഫ് ആർ. ഇതിന്റെ മീനിങ് എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്. ഇപ്പൊ റിയൽ നമ്പേഴ്സ് എലമെന്റ്സ് ആയിട്ട് വരുന്ന എല്ലാ ഓർഡറുള്ള മെട്രിക്സുകളുടെയും കളക്ഷൻ ആണ് എന്ത്, എം ഓഫ് ആർ. The usual matrix addition plus is not a binary operation on this set. ഇനി നമ്മളിവിടെ ഈ സെറ്റിൽ, ഇതൊരു സെറ്റ് ആണല്ലോ, ഈ സെറ്റിൽ നമ്മളെ യൂഷ്വൽ അഡീഷൻ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ അഡീഷൻ എന്നുള്ള ഫംഗ്ഷൻ എന്താവില്ല, ഒരു ബൈനറി ഓപ്പറേഷൻ ആവില്ല. അതിന് റീസൺ ഉണ്ട്. സിൻസ് എ പ്ലസ് ബി ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ an ordered pair a comma b of matrices having different numbers of rows or of columns. ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്, എയും ബിയും. രണ്ടും എവിടുത്തെ എലമെന്റ്സ് ആണ്, എം ഓഫ് ആറിലെ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ അല്ലെങ്കിൽ സൈസ് സെയിം ആയിരിക്കണം. ഓക്കെ, മേ ബി എയും ബിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അഡീഷൻ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ എക്സാമ്പിൾ പറഞ്ഞ ഐഡിയ ഇതാണ്. ഇപ്പൊ ഇവിടെ പ്ലസ് എന്നുള്ളൊരു ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അത് എവിടെ നിന്നുകൊണ്ടാണ്, എം ഓഫ് ആർ ക്രോസ് എം ഓഫ് ആർന്ന് എം ഓഫ് ആറിലേക്കാണ്. ഇനി ഈ ഫംഗ്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആവുമോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കൂ, നമുക്കറിയാം എം ഓഫ് ആർ ക്രോസ് എം ഓഫ് ആറിൽ നമുക്കറിയാം എ കോമ ബി പോലത്തെ മെട്രിക്സിന്റെ ഓർഡേർഡ് പേഴ്സ് ഉണ്ടായിരിക്കാം. ഇനി നോക്കൂ, ഇവിടെ പ്ലസ് ഓഫ് എ കോമ ബി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാർ ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ പ്ലസ് ഓഫ് എ കോമ ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി. നോക്കൂ, ഈ എ പ്ലസ് ബി ഡിഫൈൻഡ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യുന്ന എയും ബിയും സെയിം ഓർഡറുള്ള സൈസുള്ള മെട്രിക്സ് ആയിരിക്കണം. നമുക്കറിയില്ല ഇത് സെയിം സൈസ് ഉള്ളതാണോ സെയിം ഓർഡർ ഉള്ളതാണോ എന്ന്. ഓക്കെ, ചിലപ്പോൾ എന്റെ ഓർഡർ 2/3 ആയിരിക്കാം, ബിന്റെ ഓർഡർ 4/2 ആയിരിക്കാം. അത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അഡീഷൻ പോസിബിൾ അല്ല. അപ്പൊ ഇതെന്താണ്, ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡെഫിനിഷൻ, let star be a binary operation on S and let H be a subset of S. നമ്മുടെ കയ്യിൽ S എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. ആ എസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് സ്റ്റാർ. ഇനി എസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇത് H. The subset H is closed under star if for all A, B belongs to H. We also have A star B belongs to H. നമ്മുടെ കയ്യിലുള്ള ഈ H എന്നുള്ള സബ്സെറ്റ് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ H എന്ന് ഏത് എലമെന്റ്സ് എ ബി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി, ആ കിട്ടുന്ന എലമെന്റ് എ സ്റ്റാർ ബി എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന എലമെന്റ് വീണ്ടും എവിടെ തന്നെ ഉണ്ടായിരിക്കണം, H തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ H എന്ന് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അതിനെ സ്റ്റാർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന എലമെന്റ് വീണ്ടും H ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, H is closed under star. In this case, the binary operation on H given by restricting star to H is the induced operation of star on H. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ S എന്നുള്ള സെറ്റ് ആണുള്ളത്. ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണ് H. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്, S ക്രോസ് S എന്ന എസിലേക്ക്
സ്റ്റാർ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇനി എസിന്റെ സബ്സെറ്റ് നമ്മൾ എടുത്തു എച്ച്. ഓക്കെ, ആ എച്ച് എന്ന് എ ബി എന്നുള്ള എലമെന്റ്സ് എടുത്തു, അതിന്റെ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിന്റെ ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി വീണ്ടും എച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എച്ച് ക്രോസ് എച്ച് എന്ന് എച്ചിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കൂ, എസ് ക്രോസ് എസ് എന്ന് എലമെന്റ്സ് എടുക്കാതെ നമ്മൾ എവിടുന്ന എലമെന്റ്സ് എടുക്കുക, എ കോമ ബി എന്നുള്ള ഓർഡേഡ് പേസ് എച്ച് ക്രോസ് എച്ച് എന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ എസ് ക്രോസ് എച്ചിനേക്കാൾ ചെറിയ സെറ്റ് ആണ് എച്ച് ക്രോസ് എച്ച്. ഓക്കെ, ഇങ്ങനെ ചെറിയ സെറ്റിലേക്ക് ഈ ഫംഗ്ഷനെ മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച്. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. Our usual addition plus on the set R of real numbers does not induce a binary operation on the set R star of non-zero real numbers. ഇവിടെ നോക്കൂ, നമ്മൾ R എന്നുള്ള റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുക, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര്, ആർ സ്റ്റാർ. ഇവിടെ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മീനിങ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്, എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും. ഓക്കെ, എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സിന് സീറോന്ന് ഒഴിവാക്കുക, അപ്പൊ നമുക്ക് കിട്ടുന്ന സെറ്റാണ് ആർ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞ എസ് ആരാണ്, എസ് എന്നുള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. എസിന്റെ സബ്സെറ്റ് എച്ച്, എച്ച് ആരാണ് ഇവിടെ, ആറിന്റെ സബ്സെറ്റ് ആർ സ്റ്റാർ ആണ്. ഇനി നമ്മളിവിടെ ഒരു സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സ്റ്റാർ ആയിട്ട് നമ്മൾ അഡീഷന് ചൂസ് ചെയ്യാം. അഡീഷൻ ആണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ബൈനറി ഓപ്പറേഷൻ ആർ സ്റ്റാറിൽ എന്ത് ചെയ്യില്ല, ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഫോം ചെയ്യില്ല. അതിന് റീസൺ ഉണ്ട്. ബിക്കോസ് 2 ബിലോങ്സ് ടു ആർ സ്റ്റാർ. 2 എന്നുള്ള നമ്പർ നോൺ സീറോ നമ്പർ ആണല്ലോ, അത് ആർ സ്റ്റാറിലുണ്ട്, സീറോ അല്ലാത്ത റിയൽ നമ്പർ ആണ്. അതിന് -2 ബിലോങ്സ് ടു ആർ സ്റ്റാർ, -2 എന്നുള്ള നമ്പറും ആർ സ്റ്റാറിലുണ്ട്. ഇനി നോക്കൂ, ഈ 2 -2 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ആർ സ്റ്റാർ ക്രോസ് ആർ സ്റ്റാറിന് ആർ സ്റ്റാറിലേക്കാണ് നമ്മൾ അഡീഷൻ എന്നുള്ള ഫംഗ്ഷൻ ബൈനറി ഓപ്പറേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ആർ സ്റ്റാർ നമ്മൾ 2 ചൂസ് ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് നമ്മൾ -2 ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ പ്ലസ് എന്നുള്ള ഫംഗ്ഷൻ ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക, ആർ സ്റ്റാറിലേക്കാണ് കൊണ്ടുപോവുക. അപ്പൊ അവിടുത്തെ ഓപ്പറേഷൻ എന്തായിരിക്കും, 2 + -2. അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് 2 + -2 എന്താണ്, നമുക്കറിയാം അത് 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 0. പക്ഷേ 0 ആർ സ്റ്റാറിലില്ല, കാരണം ആർ സ്റ്റാർ എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ്, 0 അല്ലാത്ത റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ കിട്ടുന്ന എലമെന്റ് എവിടെ അല്ല, ഈ എലമെന്റ് ആർ സ്റ്റാറിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇത് ആർ സ്റ്റാർ എന്നുള്ള സെറ്റിൽ പ്ലസ് എന്നുള്ള ഈ ഫംഗ്ഷൻ, അഡീഷൻ എന്നുള്ള ഈ ഫംഗ്ഷൻ ആർ സ്റ്റാർ എന്നുള്ള സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് പ്ലസ് ആൻഡ് ഡോട്ട് be the usual binary operations of addition and multiplication on the set Z. നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഏതാണ്, Z എന്ന് പറയുമ്പോൾ ഇന്റിജേഴ്സിന്റെ സെറ്റ്. അവിടെ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, പ്ലസും ഡോട്ടും. എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ അഡീഷൻ ആണ്, ഡോട്ട് എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൻഡ് ലെറ്റ് h equal to set of all n square such that n belongs to Z plus. നമ്മൾ h എന്നുള്ള ഒരു സബ്സെറ്റ് Z ചൂസ് ചെയ്യാണ്. അപ്പൊ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എച്ച്. എച്ചിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ, നമ്മൾ പോസിറ്റീവ് ഇന്റിജേഴ്സിന് എടുക്കുക, അതിന്റെ സ്ക്വയേഴ്സ് ആണ് ഇവിടെ ഉള്ളത് എച്ചിലുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഈ എച്ചിൽ ഉണ്ടായിരിക്കും. 2 എടുത്തു, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എച്ചിൽ ഉണ്ടായിരിക്കും. 3 എടുത്തു, 3 സ്ക്വയർ 9 ഈ സെറ്റിൽ ഉണ്ടായിരിക്കും, എക്സെട്ര. ഡിറ്റർമിൻ വെദർ h is closed under a addition and b multiplication. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, അഡീഷനിൽ ഈ എച്ച് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ എച്ച് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അഡീഷനിൽ എച്ച് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വി നീഡ് ഓൺലി ഒബ്സർവ് ദാറ്റ് 1 square equal to 1 and 2 square equal to 4 are in H. നമുക്കറിയാം എച്ചില് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ, നമ്പറിന്റെ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് സെറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ 1 സ്ക്വയർ 1 ആണ്, അപ്പോൾ 1 എച്ചിലുണ്ട്. 2ന്റെ സ്ക്വയർ 4 എച്ചിലുണ്ട്. അപ്പോൾ 1ഉം 4 എവിടെ ഉണ്ട്, എച്ചിലുണ്ട്. ഓക്കെ, നമുക്ക് 1 + 4 നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അഡീഷൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. 5 എവിടെ ഉണ്ടാവും നോക്കുക, എച്ചിൽ ഉണ്ടാവും നോക്കുക.
5 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് ആ 5 വരണം. നോക്കൂ, 5 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെയും സ്ക്വയർ അല്ല, ഒരു പോസിറ്റീവ് ഇൻഡിജറിന്റെയും സ്ക്വയർ അല്ല 5. ഓക്കെ, അതുകൊണ്ട് 5 എവിടെ ഉണ്ടാവില്ല? എച്ചിൽ ഉണ്ടാവില്ല. ഓക്കെ, 5 ഡസ് നോട്ട് ബിലോങ്സ് ടു എച്ച്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അഡീഷനിൽ എച്ച് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് അല്ല. നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, സപ്പോസ് ദാറ്റ് ആർ ബിലോങ്സ് ടു എച്ച് ആൻഡ് എസ് ബിലോങ്സ് ടു എച്ച്. എച്ചിലുള്ള രണ്ട് എലമെന്റ്സ് ആണ് ഇത്, ആറും എസും. ഓക്കെ, അപ്പൊ നോക്കൂ, ആർ എന്നുള്ള ഒരു എലമെന്റ് എച്ചിലുണ്ടെങ്കിൽ മീനിങ് എന്താണ്? നോക്കൂ, ഒരു എലമെന്റ് എൻ സ്ക്വയർ എച്ചിലുണ്ടെങ്കിൽ മീനിങ് എന്താണ്? ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണ് എച്ചിൽ ആ നമ്പർ ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ 6 എച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെഡ് പ്ലസിലുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സിലുള്ള ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും 6. ഓക്കെ, ആ പോസിറ്റീവ് ഇൻഡിജേഴ്സിലുള്ള ഒരു നമ്പർ ആയിട്ട് നമ്മൾ എന്നിന് എടുക്കുക. n എന്നുള്ള നമ്പറിന്റെ സ്ക്വയർ ആണ് 6. ഓക്കെ, അപ്പൊ n സ്ക്വയർ ആണ് ആര്? 6. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് പറയാം? എസ് എന്നുള്ള നമ്പർ എച്ചിലുണ്ടെങ്കിൽ മീനിങ് എന്താണ്? എസ് എന്നുള്ളത് എച്ചിലുണ്ടെങ്കിൽ ഓക്കെ, ഏതോ ഒരു ഈ പോസിറ്റീവ് ഇൻഡിജറിന്റെ സ്ക്വയർ ആയിരിക്കും എച്ചിലുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എസ്. ഓക്കെ, നമ്മളതിന് എന്ത് ചെയ്യാം? എം എന്ന് എടുക്കാം. അപ്പൊ എന്താണ്? എം എന്നുള്ള ഒരു നമ്പർ പോസിറ്റീവ് ഇൻഡിജർ ഉണ്ട്, ആ എമ്മിന്റെ സ്ക്വയർ ആണ് ആര്? എസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, യൂസിങ് വാട്ട് ഇറ്റ് മീൻസ് ഫോർ ആർ ആൻഡ് എസ് ടു ബി ഇൻ എച്ച് എന്ന് പറഞ്ഞാൽ ആറും എസും എച്ചിൽ ഉണ്ടാവുന്ന മീനിങ് എന്താണ്? വി സീ ദാറ്റ് ദർ മസ്റ്റ് ബി ഇൻഡിജേഴ്സ് എൻ ആൻഡ് എം ഇൻ സെഡ് പ്ലസ്. നമുക്ക് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിട്ട് രണ്ട് നമ്പേഴ്സ് എന്നും എമ്മും ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്നിന്റെ സ്ക്വയർ 6 ആയിരിക്കും, അതേപോലെ എമ്മിന്റെ സ്ക്വയർ എസും ആയിരിക്കും. അപ്പൊ നോക്കൂ, നമ്മൾ എച്ച് എന്ന് രണ്ട് എലമെന്റ്സിന് എടുത്തു, ആറും എസും. ഇത് നമ്മൾ ബൈനറി ഓപ്പറേഷൻ അത് പെർഫോം ചെയ്യാം. നോക്കൂ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അപ്പൊ നമ്മൾ എച്ച് എന്നുള്ള രണ്ട് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എസ്. അതാണ് ഇവിടെ കാണുന്നത്, 6 ഇൻറ്റു എസ്. 6 ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻ സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ. നോക്കൂ, എൻ സ്ക്വയർ എം സ്ക്വയർ നമുക്ക് എൻ ഇൻറ്റു എം ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ നോക്കൂ, നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ഇൻറ്റു എസ് എന്താണ്? എൻ എം സ്ക്വയർ ആണ്. നോക്കൂ, എന്നും എമ്മും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ എൻ ഇൻറ്റു എം പോസിറ്റീവ് ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പൊ എൻ എം എന്നുള്ളത് നമ്പർ പോസിറ്റീവ് ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പൊ എൻ എം എന്നുള്ള നമ്പറിന്റെ സ്ക്വയർ എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ ഉണ്ടായിരിക്കുമല്ലോ. നോക്കൂ, ഒരു പോസിറ്റീവ് ഇൻഡിജർ എൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എച്ചിൽ ഉണ്ടാവും. എൻ എം എന്നുള്ളത് പോസിറ്റീവ് ഇൻഡിജർ ആണ്, എൻ എമ്മിന്റെ സ്ക്വയർ എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ എൻ എമ്മിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാണ്? 6 ഇൻറ്റു എസ്. അപ്പൊ 6 ഇൻറ്റു എസ് അവിടെ ഉണ്ടെന്ന് കിട്ടി, അത് എച്ച് എന്നുള്ള സെറ്റിൽ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, സോ 6 ഇൻറ്റു എസ് എന്താണ്? എൻ എം സ്ക്വയർ. ഓക്കെ, ബൈ ദ ക്യാരക്ടറൈസേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എച്ച് എന്ന് പറഞ്ഞാൽ എച്ചിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത പ്രകാരം ദ ഫാക്ട് ദാറ്റ് എൻ ഇൻറ്റു എം ബിലോങ്സ് ടു സെഡ് പ്ലസ്. നമുക്കറിയാം എന്നും എമ്മും സെഡ് പ്ലസ് ഉള്ളത് കൊണ്ട് എൻ ഇൻറ്റു എമ്മും സെഡ് പ്ലസിൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ എമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്ന ആള് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എസ്. ഓക്കെ, അത് എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് എന്ന് രണ്ട് എലമെന്റ്സ് ആറും എസും എടുത്തു, അതിന്റെ പ്രൊഡക്റ്റ് 6 ഇൻറ്റു എസ് വീണ്ടും എവിടെ ഉണ്ട്? എച്ചിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. എന്ന് പറയുമ്പോൾ എച്ച് എന്നുള്ള സെറ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, let f be the set of all real valued functions f having as domain the set R of real numbers. നമ്മുടെ കയ്യിൽ എഫ് എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഈ സെറ്റിലുള്ള എലമെന്റ്സ് ആരാണ്? ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? റിയൽ നമ്പേഴ്സ് നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, വി ആർ ഫെമിലിയർ ഫ്രം കാൽക്കുലസ് വിത്ത് ദ ബൈനറി ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് ഡോട്ട് ആൻഡ് കോമ്പോസിഷൻ ഓൺ എഫ്. നമുക്കറിയാം ഈ എഫ് എന്നുള്ള സെറ്റിൽ നമുക്ക് 4 ടൈപ്പ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കോമ്പോസിഷൻ. ഓക്കെ, നെയിംലി ഫോർ ഈച്ച് ഓർഡേർഡ് പെയർ എഫ് കോമ ജി ഓഫ് ഫങ്ഷൻസ് ഇൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ എഫ് എന്നുള്ള സെറ്റിൽ നിന്ന് രണ്ട് ഫങ്ഷൻസ് എഫിനെയും ജിനെയും ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് ചൂസ് ചെയ്യാം, എഫ് കോമ ജി. ഓക്കെ, നോക്കൂ, ഈ സെറ്റിൽ എന്താണ്ടായിരിക്കാം? റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ്
എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ജി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, എച്ച് ഉണ്ടാവും, കെ ഉണ്ടാവും, എക്സെട്ര ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ സെറ്റിൽ നിന്ന് എഫ് കോമ ജി എന്നുള്ള രണ്ട് ഫംഗ്ഷൻസിനെ എടുക്കുക, അതിന്റെ ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് മാറ്റി നിർത്തുക. ഓക്കെ, വി ഡിഫൈൻ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ആർ. നമ്മൾ എന്ത് ചെയ്യാം, റിയൽ നമ്പേഴ്സ് എന്നൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് പ്ലസ് ടി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എഫിന്റെയും ജിന്റെയും അഡീഷനെ നോക്കൂ. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, അതുപോലെ എഫ് മൈനസ് ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. അതേപോലെ എഫ് ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ജി ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇത് മൂന്നും ഡിഫൈൻ ചെയ്തു. ഇത് നമ്മൾ കോമ്പോസിഷനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നോക്കൂ, എഫ് കോമ്പോസിറ്റ് ജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിനെ ഈ രൂപത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. All four of these functions are again real valued with domain R. ഇത് നോക്കൂ, ഇവിടെ ഉള്ള നമുക്ക് കിട്ടിയ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് കോമ്പോസിറ്റ് ജി, ഈ 4 ഫംഗ്ഷൻസും എവിടെ നിന്ന് എങ്ങോട്ട് തന്നെ ആയിരിക്കും, ആർ എന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഓൾ 4 ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് ഡോട്ട് ആൻഡ് കോമ്പോസിഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ എഫ് എന്നുള്ള സെറ്റ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഏത് ഓപ്പറേഷൻസിൽ, ഈ 4 ഓപ്പറേഷൻസിലും എഫ് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മീനിങ്, നമ്മളിപ്പോ അഡീഷൻ എടുത്തു. ഓക്കെ, ഈ എഫ് എന്നുള്ള സെറ്റിൽ നിന്ന് 2 ഫംഗ്ഷൻസിനെ എടുത്ത് ആഡ് ചെയ്താൽ വീണ്ടും ആ ഫംഗ്ഷൻ എവിടെ തന്നെ ഉണ്ടായിരിക്കും, എഫിൽ ഉണ്ടായിരിക്കും. ഇനി 2 ഫംഗ്ഷൻ എടുത്തു, സബ്ട്രാക്ട് ചെയ്താലും ഈ എഫ് എന്നുള്ള സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി 2 ഫംഗ്ഷൻ എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, എഫ് ഇൻറ്റു ജി, ആ കിട്ടുന്ന ഫംഗ്ഷൻ വീണ്ടും എഫ് എന്നുള്ള സെറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ കോമ്പോസിഷൻ എടുത്തു, 2 ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എടുത്താൽ കിട്ടുന്ന പുതിയ ഫംഗ്ഷൻ വീണ്ടും അവിടെ തന്നെ ഉണ്ടായിരിക്കും, എഫ് എന്നുള്ള സെറ്റിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഓൺ സെഡ് പ്ലസ് വി ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ബൈ എ സ്റ്റാർ ബി ഈക്വൽസ് ദ സ്മോളർ ഓഫ് എ ആൻഡ് ബി ഓർ ദ കോമൺ വാല്യൂ ഇഫ് എ ഈക്വൽ ടു ബി. നമ്മൾ ഒരു സെറ്റ് ചൂസ് ചെയ്യാം, സെഡ് പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സെട്ര, അതാണ് നമ്മുടെ സെറ്റ് പ്ലസ് എന്നുള്ള സെറ്റ്. ഓക്കെ, ഈ സെറ്റിൽ നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യാണ്. നോക്കൂ, എ സ്റ്റാർ ബി എന്താണ്, ഇതിൽ എയിലോ ബിയിലോ ഏതാണോ ചെറുത് അതായിരിക്കും എ സ്റ്റാർ ബി. ഇനി എയും ബിയും ഈക്വൽ ആണെങ്കിൽ അതിലെ കോമൺ വാല്യൂ ആയിരിക്കും എ സ്റ്റാർ ബി. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, 2 സ്റ്റാർ 11 ഇതിലെ ചെറിയ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. നോക്കൂ, ഇത് രണ്ടും ഡിഫറെന്റ് ആണല്ലോ, 2 ഉം 11 ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ 2 സ്റ്റാർ 11ന്റെ ആൻസർ അതിലെ ചെറിയ നമ്പർ ആയിട്ടുള്ള 2 ആയിരിക്കും. 15 സ്റ്റാർ 10 അതിലെ ചെറിയ നമ്പർ ആയിട്ടുള്ള 10 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി രണ്ടും സെയിം ആണെങ്കിലോ, 3 സ്റ്റാർ 3 അത് കോമൺ ആണ്. കോമൺ നോക്കൂ, എ ബിയും ഈക്വൽ ആണ്, 3 ഉം 3 ഉം ഈക്വൽ ആണ്. അപ്പോൾ കോമൺ വാല്യൂ ആയിട്ടുള്ള 3 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഓൺ സെഡ് പ്ലസ് വി ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡാഷ് ബൈ എ സ്റ്റാർ ഡാഷ് ബി ഈക്വൽ ടു എ. ഓക്കെ, ഇത് നമ്മൾ സെഡ് പ്ലസിൽ ഒരു പുതിയ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡാഷിനെ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ്, എ സ്റ്റാർ ഡാഷ് ബി എന്തായിരിക്കും, അത് എ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. നോക്കൂ, 2 സ്റ്റാർ ഡാഷ് 3 എന്ന് പറയുന്നത് 2 ആയിരിക്കും. 25 സ്റ്റാർ ഡാഷ് 10 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള 25 ആയിരിക്കും. ഓക്കെ, ആൻഡ് 5 സ്റ്റാർ ഡാഷ് 5 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള 5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഓൺ സെഡ് പ്ലസ് we define a binary operation star double dash by a star double dash b equal to a star b plus 2. Okay, where star is defined in example 2.8. In Z plus ഉള്ള സെയിം സെറ്റിൽ നമ്മളൊരു പുതിയ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാണ്, സ്റ്റാർ ഡബിൾ ഡാഷ്. എന്താണ് എ സ്റ്റാർ ഡബിൾ ഡാഷ് ബി? എ സ്റ്റാർ ഡബിൾ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബിയിലേക്ക് നമ്മൾ 2 ആഡ് ചെയ്യാം. ഇനി എ സ്റ്റാർ ബി എന്താണ്? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് 2.8 നമ്മൾ പറഞ്ഞ ഇതേ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബിയിൽ എയും ബിയും ഡിഫറെന്റ് ആണെങ്കിൽ അത് ചെറിയ നമ്പർ, എയും ബിയും ഈക്വൽ ആണെങ്കിൽ അത് കോമൺ വാല്യൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നോക്കൂ, 4 സ്റ്റാർ ഡബിൾ ഡാഷ് 7 എന്തായിരിക്കും? നോക്കൂ, നമ്മുടെ ആൻസർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ എഴുതാം. 4 സ്റ്റാർ ഡബിൾ ഡാഷ് 7 എന്ന് പറയുമ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 4 സ്റ്റാർ 7
പ്ലസ് ടു. ഓക്കെ, എ സ്റ്റാർ ബി പ്ലസ് എന്ന് പറയുമ്പോൾ 4 സ്റ്റാർ 7 പ്ലസ് 2. ഇനി നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 സ്റ്റാർ 7 നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഡെഫിനിഷൻ. ഇതിലെ ചെറിയ നമ്പർ ആണല്ലോ നമ്മൾ ആൻസർ. 4 സ്റ്റാർ 7 4. ആ 4ലേക്ക് 2 ആഡ് ചെയ്യാം. 4 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 6. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ 6. ഓക്കെ, ഇനി നോക്കൂ 25 സ്റ്റാർ ഡബിൾ ഡാഷ് 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിലെ ചെറിയ നമ്പർ 9 ആയിരിക്കും. അതിലേക്ക് 2 ആഡ് ചെയ്യുക. 9 പ്ലസ് 2 11. അതേപോലെ നോക്കൂ 6 സ്റ്റാർ ഡബിൾ ഡാഷ് 6 കോമൺ ആണ്. അപ്പോൾ 6 എടുക്കുക. 6ലേക്ക് 2 ആഡ് ചെയ്യുക 8. ഓക്കെ,